ഇന്ന് ഓൺലൈൻ ബിസിനസ് വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ റീറ്റെയിൽ ബിസിനസ്സുകൾ അത് വളരെ വലിയ തന്നെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ റീറ്റെയിൽ ബിസിനസ്സുകൾ പൂട്ടിപ്പോണ്ടി വരും. എന്താണ് റീറ്റെയിൽ ബിസിനസിന്റെ ഭാവി? ഫോബ്സ് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് റീറ്റെയിൽ ഈസ് ഫിജിറ്റൽ എന്നാണ്. ഒരു ഫിസിക്കലും ഡിജിറ്റലും കോമ്പിനേഷനുള്ള ഒരു ബ്രാൻഡിനോ അല്ലെങ്കിൽ ബിസിനസ് മാത്രമേ ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇതിനെയാണ് ഫിജിറ്റൽ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന ആൾ അതിന് മുമ്പായിട്ട് ഓൺലൈനോ മറ്റു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിലോ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് അവിടെ ഫിസിക്കൽ ടച്ച് പോയിന്റ് മാത്രമല്ല, അവിടെ ഒരു ഡിജിറ്റൽ ടച്ച് പോയിന്റ് ഉണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ട്. അതായത് ഫിസിക്കൽ സ്റ്റോറിൽ പോയി നോക്കിയിട്ട് അതിനെ ഡിജിറ്റലി വാങ്ങുന്നവരുണ്ട്. അതായത് രണ്ടിന്റെയും കോമ്പിനേഷനാണ് വർക്ക്ഔട്ട് ആകുന്നത്. നിലവിൽ ഓൺലൈനായിട്ട് വലിയ ബിസിനസ് ചെയ്തുള്ള പല കമ്പനികൾ പോലും അവസാനം ഫിസിക്കൽ സ്റ്റോറിൽ തുറന്നിട്ടുണ്ട്. ഇതിന് ഉദാഹരണമാണ് നൈക്ക, ലെൻസ്കാർട്ട് പോലുള്ള ബിസിനസ്സുകൾ. അതുപോലെ തന്നെ ഫിസിക്കലി പ്രസൻസ് ഉള്ള പല കമ്പനികളും ഡിജിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒരു റീറ്റെയിൽ ഷോപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഡിജിറ്റലിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങണം. സോ ഈ വീഡിയോ കാണുന്നവരിൽ റീറ്റെയിൽ ബിസിനസ് മാത്രം റൺ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡിജിറ്റലിലേക്ക് മൂവ് ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് തടസ്സം? കമന്റിൽ അറിയിക്കൂ.